നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഡാഡി, ഞാൻ എന്റെ കൂടെ നടന്നിട്ട് ചതിച്ചവളോട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ആ കൂട്ടുകെട്ട് വേണ്ടെന്ന് പലതവണ ഞാനും നിരഞ്ജനും നിനക്ക് വാർണിംഗ് തന്നതല്ലേ? എന്നിട്ട് നീ അനുസരിച്ചോ? ഇല്ലല്ലോ. അതിന്റെ ഫലവാ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷര അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാണ് സർ. അല്ല നിരഞ്ജൻ, മുന്നും പിന്നും നോക്കാതെ എടുത്തിയാടി ഇവൾ ഓരോന്നും ചെയ്തു കൂട്ടിയതിന്റെ ഫലവാ ഇപ്പൊ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വടിയോങ്ങി നിന്നവർക്ക് അടിക്കാൻ ഒരു അവസരം ഇവൾ ഉണ്ടായി കൊടുത്തു. നമ്മൾ പിന്നെ അവള് പറഞ്ഞതെല്ലാം കേട്ട് മിണ്ടാതിരിക്കണമെന്നാണോ ഡാഡി പറയുന്നത്? മുള്ളിനെ മുള്ളുകൊണ്ടല്ല എടുക്കേണ്ടത്. റോഡിൽ തല്ലിത്തോപ്പിക്കാൻ നീ ആര്? റൗഡിയോ? ഇത് നിയമവാഴ്ച നിലനിൽക്കുന്ന നാടാണ്. അല്ലാതെ നാക്കിന്റെ നീളം കൊണ്ടും മസിൽ പവർ കൊണ്ടും വിജയിയെ പ്രഖ്യാപിക്കുന്ന സ്ഥലമല്ല. സർ, ഇത്തവണത്തേക്ക് പോട്ടേന്ന് വെക്കേ. നിലതെറ്റി നിന്ന അവസ്ഥയിൽ സുനിതയെ കണ്ടപ്പോ ചെയ്തു പോയതാ. നിരഞ്ജനറിയാവോ, ഇവള് കാട്ടിക്കൊടുന്ന അഹങ്കാരങ്ങൾക്കും തന്നിഷ്ടങ്ങൾക്കും ഇവളോളം തന്നെ പ്രായമുണ്ട്. അതിന് ഞാൻ അടിയറ വെക്കേണ്ടി വരുന്നത് എന്റെ അഭിമാനമാണ്. സർ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേപ്പറ്റി പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞൊഴിയാൻ ഇതൊരു സില്ലി മാറ്റർ അല്ലല്ലോ നിരഞ്ജൻ. ആത്മാഭിമാനമുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇനി ഇതിന്റെ പേരിൽ എന്തെല്ലാം പുകലുകളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കറിയാം? ഓൺലൈൻ മീഡിയക്കാർക്ക് ആഘോഷിക്കാൻ ഒരു വാർത്ത കൂടിയായി. ഇതുകൂടിയായപ്പോ ആ സുനിത ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റൂ? സർ, പ്ലീസ്. കതിരിൽ കൊണ്ട്